സുഹൃത്തുക്കളെ, വീണ്ടും എനിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെ പറയേണ്ടി വരുന്നതിനകത്ത് സങ്കടമുണ്ട്. കാരണം ആ വിഷയം വിടാതെ പിടിക്കേണ്ടി വരുന്നൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയുണ്ട്. കാരണം ഇപ്പോഴല്ലാതെ നമ്മൾ പിന്നെ എപ്പോഴാണ് മിണ്ടുക? അങ്ങനെയുണ്ടല്ലോ. ഈ ഈ വിഷയത്തിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാനിപ്പോൾ ചിന്തിച്ചു പോവുകയാണ്. ഇപ്പം രഞ്ജിത്തിനെതിരെ ഇത്രയും വലിയ സാധനം വന്നിട്ട് രാജിവെക്കാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക. രാജി ആവശ്യപ്പെടണ്ടേ? നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ മുമ്പുണ്ട്. VS അച്യുതാനന്ദനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ ഈ ആരോപണം വന്ന ഒരു നിമിഷം പോലും രഞ്ജിത്തിനെ അവിടെ തുടരാൻ അനുവദിക്കില്ലായിരുന്നു. അവിടെയാണ് കാരണഭൂതൻ്റെ പ്രശ്നം. കാരണഭൂതനെ സംബന്ധിച്ചിടത്തോളം കാരണഭൂതന് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണഭൂതൻ്റെ മരുമകനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുള്ളതാണ്, പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അവനും ഭാര്യയും തമ്മിൽ പിരിയാൻ കാരണം ഇവൻ്റെ ഈ മറ്റേ കള്ളമരം കരീമുമായിട്ടുള്ള ചില പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളും കാര്യങ്ങളും. പ്രകൃതി വിരുദ്ധമെന്ന് പറയുന്നില്ല, ബൈസെക്ഷൽ ആകുന്നതിന് കുഴപ്പമില്ല. പുരുഷൻ തമ്മിലാവാം, സ്ത്രീയും തമ്മിലാവാം, ഒരേ സമയം അതാവാം. പക്ഷെ തുറന്നു പറയണം, ചതിക്കരുത്. ആ വഞ്ചനയ്ക്കകത്ത് അതുമാത്രമല്ല, ഭാര്യയെ വളരെ ക്രൂരമായിട്ട് കാരണഭൂതൻ്റെ മനുവൻ ആക്രമിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. സ്കാൻ ചെയ്ത ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടുള്ളതാണ്. അവളെ ബാച്ചിലുള്ള ഒരുപാട് പേരെ അറിയാം. അവളന്ന് വലിയ നേതാവാണ് വിദ്യാർത്ഥി സംഘടനയുടെ. ഇവൻ അന്ന് വെറുതെ വായി നോക്കി നടക്കുന്ന ലോക്കൽ നേതാവാണ്. ഇവനെ പിന്നെ പിടിച്ച് നേതാവാക്കി കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ കാരണഭൂതൻ ഇപ്പോൾ പെട്ടുപോയി. എന്തായാലും മോളെ ട്രാപ്പിലാക്കി ഇതായി കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഡിവോഴ്സ് മോളത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തൊരു ഡിവോഴ്സും കൂടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടായതുകൊണ്ട് സഹിക്കുകയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയ രീതിയിൽ ഇപ്പം അത്തരം ബന്ധങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആ ബന്ധങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. അത് നല്ല കാര്യം, അങ്ങനെ തന്നെ പോട്ടെ, നല്ല കാര്യം. നല്ലൊരു മന്ത്രിയും കൂടിയായിട്ട് തെളിയിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. നല്ല കുടുംബസ്ഥനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് അദ്ദേഹത്തിന് മനുഷ്യൻ അബദ്ധങ്ങൾ പറ്റും, തിരുത്താനുള്ള സമയം കൊടുക്കണം. അങ്ങനെ തിരുത്തുന്നുണ്ടെങ്കിൽ നല്ല കാര്യമെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്, PJ ജോസഫിനെതിരെ അതിനു മുമ്പ് നീല ലോഹിതദാസ് നാടാർക്കെതിരെ 96-2001 വരെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരുടെ ക്യാബിനറ്റിൽ അംഗമായിരുന്ന ജനതാദളിൻ്റെ നേതാവ് നീല ലോഹിതദാസ് നാടാർക്കെതിരെ പിന്നീട് ചീഫ് സെക്രട്ടറി ആയിട്ട് വിരമിച്ച നമ്മുടെ നളിനി നെട്ടോ, പഴയ IPS ഉദ്യോഗസ്ഥൻ ഡെസ്മണ്ട് നെറ്റോയുടെ ഭാര്യ, അവരെ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ശാരീരികമായി ലൈംഗികമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അവരെ ചുണ്ടുവരെ കടിച്ച് മുറിച്ചു എന്നാണ് പറഞ്ഞത്. ഇവൻ ആക്രാന്തം കൂടി പോയി. സത്യം പറഞ്ഞാൽ അവർ കൈവീശി ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ വീഴും, അത്രയേ ഉള്ളൂ. അവൻ്റെ ഭാര്യ ജമീലയും അതിന് സപ്പോർട്ടെല്ലാം ചെയ്തു. കാരണം ഇയാളെ ന്യായീകരിച്ചുകൊണ്ട് പിന്നെ ഇയാൾക്ക് മത്സരിച്ചാൽ വിജയിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പം ഭാര്യയെ നിർത്തി ജയിച്ചു. ഭാര്യ എന്തായാലും ലാപ്ടോപ്പൊക്കെ തല്ലിപ്പൊളിച്ച സമരം ഉണ്ടല്ലോ, നമ്മുടെ കോഴമാണിക്ക് ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയ ആഭാസ സമരം, ലാപ്ടോപ്പ് തല്ലിപ്പൊളിക്കുക, ആകെ ബഹളം ഉണ്ടാക്കുക, കസേര എടുത്തെറിയുക ഒക്കെ ചെയ്തേ. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ മുണ്ടു മടക്കി കുത്തി മേശരമേലുള്ള അഭ്യാസം കാണിക്കുക, ആഭാസ നൃത്തം ആടിയ ദിവസം. അന്ന് ഈ ജമീല പ്രകാശം പറഞ്ഞു, ശിവദാസൻ നായർ എന്നെ കയറിപ്പിടിച്ചു. ഇത്രയും പ്രായം ചെന്ന് അവരെ കയറിപ്പിടിച്ചു. അതും ഈ CCTV ഒക്കെ ഉള്ള നിയമസഭയ്ക്കകത്ത് വെച്ചിട്ട്. എന്തായാലും അതിന് ശേഷം പിന്നീട് ജമീല പ്രകാശവും അവരുടെ കെട്ടിയവരും രണ്ടുപേരും നിയമസഭ കണ്ടിട്ടില്ല. ഓക്കെ, ഈ നീല ലോഹിതദാസ് നായരുടെ കേസ് വന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അന്ന് നാടാരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് 2006-2011 വരെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമ്പോൾ VS അച്യുതാനന്ദൻ്റെ ക്യാബിനറ്റിൽ അംഗമായിരുന്നു PJ ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവ്. PJ ജോസഫിനെതിരെ വിമാനയാത്രയ്ക്കിടെ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ നോക്കി എന്നുള്ളൊരു സാധനം വന്നു കഴിഞ്ഞപ്പം ഒറ്റയടിക്ക് രാജിവെക്കാൻ പറഞ്ഞു, റിസൈൻ ചെയ്യാൻ പറഞ്ഞു. വേറെ ഒന്നുമില്ല, എക്സ്ക്യൂസ് ഒന്നുമില്ല. ക്യാബിനറ്റിൽ പുറത്തു പോകാൻ പറഞ്ഞു VS. പിന്നീട് അദ്ദേഹത്തിൻ്റെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം തിരിച്ചെടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് കൂടി. ആ വാസ്തുവിരുദ്ധമാണെന്ന് തെളിയിച്ചു. നമ്മുടെ വാസ്തുവിരുദ്ധമാണെന്നുള്ളതല്ല, ഇത്തരം ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾക്കെതിരെ എന്തൊരു സാധനം വരുമ്പം അതിനെ സീരിയസ് ആയിട്ട് എടുക്കണം. അതുമല്ല ഈ ബംഗാളി തനിക്ക് ഇപ്പം എന്തായാലും ഇവിടെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല രഞ്ജിത്തിനെ. അവർക്ക് ഇഷ്ടംപോലെ, അവർ ഹോളിവുഡിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്, നല്ല തിയേറ്റർ ആർട്ടിസ്റ്റാണ്, ഒക്കെയാണ്. അവർക്ക് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഇവിടെ ഇതിൻ്റെ പേരിൽ സെലിബ്രിറ്റി ആവേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അവരെ നാട്ടുകാരല്ല മലയാളികൾ എന്നുള്ളതുകൊണ്ട് ബംഗാളിലെ മാധ്യമങ്ങൾ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുമില്ല. ബംഗാളിലെ മാധ്യമങ്ങൾക്ക് എന്ത് രഞ്ജിത്ത്, എന്ത് പിണറായി വിജയൻ അവർക്ക് അറിയും കൂടിയില്ല. CPMൻ്റെ കുറച്ച് ആൾക്കാർക്ക് അറിയാം. കാരണം CPM എന്ന് പറയുന്ന അവിടെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഉദ്ദേശങ്ങളില്ല. അപ്പം ഈ വിഷയത്തിനകത്ത് വളരെ ലാഘവ ബുദ്ധിയോടുകൂട്ട ഉള്ള സമീപനം സ്വീകരിക്കുന്നത് വേണ്ട. വിതുരയിലെ പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന ജഗതിയോടൊപ്പം വേദി പങ്കിടാൻ വിസമ്മതിച്ച ആളാണ് സാക്ഷാൽ VS അച്യുതാനന്ദൻ. ഞാൻ അധികാരത്തിൽ വന്നാൽ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം നടത്തിയിട്ടുള്ള വിശ്വപ്രസിദ്ധമായിട്ടുള്ള പ്രസംഗമുണ്ട്. ഞാൻ അധികാരത്തിൽ വന്നാൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തുമെന്ന് പറഞ്ഞ ആർജവുള്ള ആളാണ്. അതുകൊണ്ട് എന്ത് കാട്ടി? അത് കട്ടപ്പോൾ ഇവർക്ക് പേടിയായി.
കാരണഭൂതൻ്റെ വലങ്കൈ വടങ്കൈയായിട്ട് നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ കുടുങ്ങും. ഐസ്ക്രീം കേസ് വരെ പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് അത് പേടിച്ചിട്ട് എന്ത് കാട്ടി, ഈ BS-ന് സമീപകാല കേരളീയ ചരിത്രത്തിൽ CPM-നകത്ത് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കാതിരുന്ന ഒരേ ഒരു ടേമാണ് 2006 തൊട്ട് 2011 വരെ കോടിയേരി ബാലകൃഷ്ണനെ പിടിച്ച്. കാരണം കോടിയേരി ആകുമ്പോൾ പിന്നെ കാരണഭൂതം പറയുന്നത് മാത്രം കേട്ട് നിൽക്കും. കാരണഭൂതൻ പാർട്ടി സെക്രട്ടറി, സമഗ്രാധിപതി, ഏകാധിപതി. ഇപ്പോഴത്തെ അതേ അവസ്ഥ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ പാർട്ടിക്കകത്ത് എതിർ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി, വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങി. അതുകൊണ്ട് പഴയ പോലെ ശക്തരല്ല, ദുർബലനായി മാറിയിട്ടുണ്ട്. ഈ ചങ്ങായിനെ പിടിച്ച് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2026 ഇവർ 3-ാം സ്ഥാനത്ത് പോകും. UDF അധികാരത്തിൽ വരും. BJP ഏറ്റവും പിന്നെ പ്രതിപക്ഷമായിട്ട് വരും. ഇവർ 3-ാം സ്ഥാനത്ത് പോകും. ഇവർ മര്യാദയ്ക്ക് നോക്കിയാൽ ഇവർക്ക് പ്രതിപക്ഷത്തെങ്കിലും നിൽക്കാനുള്ള അംഗബലം കിട്ടും. ഇയാളെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ശൈലജ ടീച്ചറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. പിന്നെ ഈ എന്നിട്ട് പോലും ആഭ്യന്തര വകുപ്പും വിജിലൻസും ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാതെ അത് കോടിയേരിക്ക് കൊടുത്ത സമയത്ത് പോലും ടോമിൻ ജെ തച്ചങ്കരി എന്ന് പറയുന്ന പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെതിരെ ആൻറ്റി സ്പൈറസി സെല്ലിൻ്റെയൊക്കെ ഉള്ള പിന്നെ അന്വേഷണങ്ങൾ നടക്കുകയും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്ത സമയത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് കോടിയേരി സ്വീകരിച്ചപ്പം അന്ന് DGP ആയിരുന്ന രമൺ ശ്രീവാസ്തവയെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചു വരുത്തി ശാസിച്ച് നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടു VS. ഇല്ലെങ്കിൽ CM എന്നുള്ള രീതിയിൽ ഞാൻ നടപടിയിലേക്ക് പോകുന്നു പറഞ്ഞു. കോടിയേരിക്ക് അവസാനം സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു തച്ചങ്കരിയെ. അങ്ങനെ നിലപാടെടുത്ത് TU കുരുവിള, ജോസഫിന് പകരം മന്ത്രിസഭയിൽ വന്ന TU കുരുവിള തോന്നിവാസം കാണിക്കുന്നത് കണ്ടപ്പം അയാൾ പിന്നെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നു എന്നുള്ള ആരോപണം വന്നപ്പം TU കുരുവിളോട് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് മോൻസ് ജോസഫ് വരുന്നത്. ശശിക്കെതിരെ പാർട്ടിക്കകത്ത് ആരോപണം ഉയർന്നപ്പോൾ ശശിയെ പിടിച്ച് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ BS-ൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് കാരണഭൂതന് മനസ്സില്ലാതെ മനസ്സോടെ, കാരണം ഇയാളുടെ എല്ലാ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ. ശശി വായ തുറന്നാൽ കാരണഭൂതം തീർന്നു, കാരണഭൂതൻ്റെ മോള് തീർന്നു, ഒക്കെ തീർന്നു. ശശി മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അങ്ങനെ വന്ന് സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അവസാനം ശശിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തേണ്ടി വന്നു. ഗോപി കോട്ടമുറിക്കൽ പാർട്ടി ഓഫീസിൽ ആഭാസം കാണിച്ചതിൻ്റെ ഭാഗമായിട്ട്, സ്ത്രീ പീഡനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ആ വിഷയം ഉയർന്നു വന്നപ്പോൾ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കി. VS വാ തുറന്നു, ശക്തമായിട്ട് നിന്നു, പുറത്താക്കേണ്ടി വന്നു. അത് പറഞ്ഞേ നാടാരത്തെ കേസിൽ നായനാരാണ് നിലപാടെടുത്തെങ്കിൽ ബാക്കിയുള്ളതിലെല്ലാം ഇയാളെടുത്തു. അതേസമയം കാരണഭൂതൻ എന്ത് നിലപാടെടുത്തിട്ടുള്ളത്? കുവൈറ്റ് ചാണ്ടി എന്ന് പറയുന്ന ഒന്നാം മന്ത്രിസഭയിൽ, അയാൾ ഒന്നാം മന്ത്രിസഭയിൽ അംഗമായിരുന്ന തോമസ് ചാണ്ടിക്കെതിരെ ആരോപണം ഉയർന്നപ്പം ഇയാൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ അവസാനം വളരെ ശക്തമായിട്ട് VS ഉൾപ്പെടെയുള്ളവരായി ഇടപെട്ട് പാർട്ടി കമ്മിറ്റിക്കകത്ത് അവസാനം അയാളെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടി വന്നു. ഇതേപോലെ തന്നെ ഈ പിന്നെ ഗണേശകുമാരൻ ഭൂലോക കോഴി, അവനെ സംരക്ഷിച്ച് നിർത്തുന്ന ആര്? അവന് മന്ത്രിസ്ഥാനം കൊടുത്തു, പാരിതോഷികം കൊടുത്തു. കാരണം എൻ്റെ മരുമോനേക്കാൾ കോടിത്തരത്തിൽ മികച്ചവൻ ഒരുത്തൻ, ഓക്കെ എന്നാൽ മന്ത്രിയാക്കാം എന്ന് പറഞ്ഞിട്ട് മന്ത്രിസ്ഥാനം കൊടുത്തു. എന്നാൽ അവൻ്റെ പാർട്ടിക്കകത്ത് അവൻ ഈ ഗണേശകുമാരൻ ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ, ഒറ്റ MLA ഉള്ളൂ. ഒറ്റ MLA ഉള്ള ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിയിലേക്ക് ഒരു MLA ഉണ്ട്, KP മോഹനൻ. അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഇരട്ട രീതി എങ്ങനെ ഉണ്ടാവുന്നത്? എങ്ങനെ ഈ ഫേവറബിൾ ആയിട്ടുള്ള നിലപാടിലേക്ക് പോകുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണം ഇത് തന്നെയാണ്, ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം. കാരണഭൂതൻ അതിന് പോയി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണഭൂതൻ അങ്ങനെ പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ കാരണഭൂതൻ എന്ന് വെച്ചാൽ ഒരുപാട് പേരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം മാഷക്ക് സ്വന്തം മകനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. സ്വന്തം മകൻ്റെ ഗുരുനാഥനാണ് രഞ്ജിത്ത്. ഈ പിന്നെ സ്വന്തം മകൻ്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ട UK-യിലുള്ള രാജേഷ് കൃഷ്ണൻ്റെ അടുത്താണ് ഇയാൾ പോയിട്ട് താമസിച്ചത്. ഇയാൾ പോയി താമസിച്ച് അയാൾ UK-ന്ന് പിന്നെ അപ്പമാഷ് ഭാര്യയൊക്കെ കൂടെ അവിടെ നിന്നിട്ട് ഇപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പമാഷിൻ്റെ ഭാര്യ കാരണമാണ് ആന്തൂർ സാജൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. ഭാര്യയും 2 കുഞ്ഞുങ്ങളുള്ള ആൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 10-16 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലൊരു കൺവെൻഷൻ സെൻറ്റർ തുടങ്ങി ജീവിക്കാമെന്ന് എഴുതിയപ്പോൾ ജീവിക്കാൻ അനുവദിക്കാത്ത നിലപാട് അവർ മുനിസിപ്പൽ ചെയർമാനായിരിക്കുമ്പോൾ എടുത്തതിൻ്റെ ഭാഗമായിട്ട് ആന്തൂർ സാജൻ പിന്നെ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അപ്പം മാഷും ഇത്ര വലിയ സാധനമൊന്നുമല്ല. അപ്പം എന്നാൽ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലെത്തി. അപ്പം മാഷും പിണറായിയും തമ്മിൽ ഉള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായിരുന്നാലും അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പറയാമെന്ന് കരുതി. കാരണം ഇവരൊക്കെ കയ്യിൽ പത്ര ശരിയൊന്നുമല്ല. അടുത്തൊരു വിഷയമുണ്ട്. അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2.5 വർഷങ്ങൾക്ക് മുമ്പ് നാരദ ജോലി ചെയ്യുന്ന സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കും. അടുത്തൊരു കാര്യം, ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ള ഒരു പിന്നെ വീഡിയോ സ്റ്റോറി ഉണ്ടായിരുന്നു. അടിച്ചുപോയി. ഇവന്മാർ മാസ് റിപ്പോർട്ടിംഗ് ആണ് ഇവന്മാർ. ഈ പിന്നെ ഇവരുടെ, കാരണം ഇവർക്ക് ഈ ഫാൻസ് അസോസിയേഷനുകാർക്ക് പ്രത്യേകതയുണ്ട്. അവർക്കൊരു ഈ മറ്റേ കേരള സ്വഭാവമുള്ള പാർട്ടികളെ പോലെ ഇവർ പറയണതും അല്ല. ഈ മേലെന്ന് കൊടുക്കുന്ന നിർദ്ദേശം ഈ പൊട്ടന്മാരെല്ലാവരും ചെയ്യും, കയറി ഒന്ന് റിപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ എന്നോട്
എന്നെ വിമർശിക്കുന്നതിനോട് എതിർപ്പുള്ള ആൾക്കാരും എൻ്റെ കണ്ടന്റിൽ എതിർപ്പുള്ള ആൾക്കാരും വിമർശിച്ചോട്ടെ. ദേ ഹാവ് ദ റൈറ്റ് ടു ഡു ഇറ്റ്. പക്ഷേ എന്നോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിന്നും എല്ലാം ഞാൻ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പിലൊക്കെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, ഏതെങ്കിലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം, നിങ്ങൾ ഒന്ന് ഒറ്റ ക്ലിക്കിൻ്റെ മുടക്കല്ലേ ഉള്ളൂ, ഒന്ന് ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെടുന്നവർ മാത്രം, അല്ലാത്തവരോടല്ല പറയുന്നത്, ആരും നിർബന്ധപൂർവ്വമല്ല. ഞാൻ ഇന്നുവരെ അങ്ങനെ പറയാത്ത ആളാണ് എൻ്റെ ചാനലിനകത്ത്. എല്ലാ ചാനലുകാരും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്ക് ബട്ടൺ അടിക്കുക, പിന്നെ ബെൽ ബട്ടൺ അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക എന്ന് പറഞ്ഞ് പറയാറുണ്ട്. ഞാൻ അങ്ങനെ പറയാത്ത ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഗതികേടുകൊണ്ടാണ്. കാരണം എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പം എനിക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈക്ക് അടിക്കാൻ 8 സെക്കൻഡ് മതി. നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഒന്നും എഴുതാൻ ടൈപ്പ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങളൊരു ഒരു തമ്പിട്ടാൽ മതി, ഒരു തംസപ്പ് പിന്നെ സാധനം ഇട്ടാൽ മതി. ഒന്നിങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഒറ്റ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിന് ഒറ്റ മിനിറ്റ് പോലും വേണ്ട, 1 സെക്കൻഡ് മതി. അതിന് രണ്ടിനും കൂടി 2 സെക്കൻഡ് മതി. അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഇവർ എത്ര മാസ് റിപ്പോർട്ട് അടിച്ചാലും ഏതെല്ലാം രീതിയിൽ പൂട്ടാൻ നോക്കിയാലും എനിക്ക് ഇപ്പുറത്ത് നന്നായിട്ട് ലൈക്കും കമൻറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൻ്റെ കണ്ടന്റ് ഒന്നും യൂട്യൂബും ഫേസ്ബുക്കും നോക്കില്ല. അത്രയും സപ്പോർട്ട് ഉണ്ട് എന്ന് കരുതി കഴിഞ്ഞാൽ അവർ പിന്നീട് ഇത് റിമൂവ് ചെയ്യുന്നില്ല. എനിക്കിപ്പോൾ പിന്നെ നോട്ടീസ് വന്നിരിക്കുക, ഫേസ്ബുക്കിലാണെങ്കിൽ നോട്ടീസ് വന്നിരിക്കുക, വാണിംഗ് മെസ്സേജിൽ പറയുന്നത് ഇനിയും ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ. ഇതൊക്കെ സർവൈവ് ചെയ്യാൻ നിങ്ങളുടെ സഹായം വേണം എന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കുകയാണ്. മനസ്സുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ വേണ്ട യാചിക്കാനെന്ന് എനിക്ക് വയ്യ, എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനേ പറ്റുള്ളൂ. എന്നാലും ആ അഭ്യർത്ഥന ഒരു ഗതികേട് കൊണ്ട് ചെയ്യേണ്ടി വരുന്നതാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ തുടർന്നുള്ള സ്റ്റോറികളിൽ ഇതേ കാര്യം തന്നെ ആവർത്തിക്കണം എന്ന് എഴുതുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ 2.5 വർഷം മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ചെയ്ത ഒരു സാധനം അത് നിങ്ങളെ പ്ലേ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് കേൾപ്പിക്കാം. ചെറിയൊരു പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. ഓക്കെ, ക്ഷമിക്കണം, ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ വോയിസ് മോഡുലേഷൻ ക്ലിയർ അല്ല, എനിക്കറിയാം, കാരണം ചെറിയ വയ്യാഴികയുണ്ട്.